ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രിപ്പിംഗ് സ്റ്റുഡിയോ. നല്ലൊരു വിഷുക്കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. വിഷുദിനത്തിൽ കേരളീയരെല്ലാവരും സെറ്റും മുണ്ട് ഉടുക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള സെറ്റും മുണ്ടൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കുന്നതാണ്. പക്ഷേ ഇതെങ്ങനെ ഡ്രേപ്പ് ചെയ്യണമെന്ന് ഇന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഞാനിത് എൻ്റെ 2-3 വീഡിയോയിൽ ഞാൻ എങ്ങനെ സെറ്റും മുണ്ട് പെട്ടെന്ന് എടുത്തെടുക്കാമെന്നും അതിലെ ചെറിയ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട്. പിന്നെ പുതിയതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ എങ്ങനെ സെറ്റും മുണ്ടും ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാമെന്നും ഡ്രേപ്പ് ചെയ്യുന്നതിന് മുന്നേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെറ്റും മുണ്ടും സെലക്ട് ചെയ്യുന്ന സമയത്ത് വണ്ണം കൂടിയവർ ബോർഡർ വീതി കുറഞ്ഞത്, അതായത് ബോർഡർ ലെസ് ആയിട്ടുള്ളതും കുഴപ്പമില്ല, ബോർഡർ വീതി കുറഞ്ഞ ബോർഡറും സെലക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. വണ്ണമുള്ളവർ കുറേ കൂടെ, അതായത് വണ്ണമുള്ളവർ വീണ്ടും വീതിയുള്ള ബോർഡറും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വണ്ണം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും, ഹൈറ്റും കുറഞ്ഞ് തോന്നിക്കും. ഹൈറ്റ് കുറഞ്ഞവർക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ് തോന്നിക്കും. അപ്പോൾ വണ്ണമുള്ളവരും വണ്ണിച്ചിട്ട് ഹൈറ്റ് കുറഞ്ഞവരും എപ്പോഴും സെറ്റും മുണ്ടും സെലക്ട് ചെയ്യുന്ന സമയത്ത് വീതി കുറഞ്ഞ ബോർഡർ അല്ലെങ്കിൽ ബോർഡർ ലെസ് ആയിട്ടുള്ള സെറ്റും മുണ്ടുകൾ അവൈലബിൾ ആണ്. അതുപോലത്തത് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സെറ്റും മുണ്ടിൽ വീതി കുറഞ്ഞ ഭാഗം മേൽമുണ്ടായിട്ടും, അതായത് മുന്താണിയുടെ പോർഷനായിട്ടും, വീതി കൂടിയ ഭാഗം നമ്മുടെ സാധാരണ മുണ്ടായിട്ടും, അതുപോലെ തന്നെ വണ്ണം ഒത്തിരി ഉള്ളവർ വലിയ പ്രിൻ്റ് ടൈപ്പ് സെറ്റും മുണ്ടൊന്നും സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വലിയ പ്രിൻസ്, ഡോട്ട്സ് ഇതൊന്നും ഉപയോഗിക്കരുത്. വണ്ണം കൂടുതലുള്ളവർ തീരെ ചെറിയ പ്രിൻ്റുകളും ചെറിയ കസവും ചെറിയ കര ഇതൊക്കെയാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അത് വണ്ണം കുറച്ച് തോന്നിക്കാൻ നല്ലതാണ്. സാധാരണ സെറ്റും മുണ്ട് ഉടുക്കുന്ന സമയത്ത് വണ്ണമുള്ളവർക്ക് കുറച്ചുകൂടെ വണ്ണം അധികം തോന്നിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വണ്ണത്തിൽ നിന്ന് കുറച്ചുകൂടെ മെലിഞ്ഞ് തോന്നിക്കാൻ നല്ലതാണ്. 3/4 സ്ലീവ് ഉപയോഗിക്കുക. കഴുത്ത് നല്ല ഒതുക്കി വെട്ടിയ കഴുത്തുള്ള ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എൻ്റെ സെറ്റും മുണ്ടിൽ ഇതുപോലെ സാരി ഫോളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സാരി ഫോൾ വയ്ക്കുന്നത് പുറകു വശത്ത് നിന്ന് ഫ്ലിപ്പ് ചെയ്യാതിരിക്കാനും താഴെ ഒരു കനം, അതായത് നമുക്കൊന്ന് സാരി ഇങ്ങനെ നിവർന്ന് കിടക്കുമ്പോൾ ഒരു കനം തോന്നിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാരി ഫോൾ കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പുറകു വശത്ത് നിന്ന് സെറ്റും മുണ്ട് ഫ്ലിപ്പ് ചെയ്യാതിരിക്കാനാണ്. ഞാൻ പലരുടെ സാരി സെറ്റും മുണ്ട് ഉടുക്കുന്ന സമയത്ത് പലരുടെയും പുറകു വശത്ത് നിന്ന് സാരി ഫ്ലിപ്പ് ചെയ്ത്, അതായത് മടങ്ങി മുകളിലേക്ക് ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ സാരി ഫോള് ഈ മുണ്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഉടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഈ ഉപയോഗിക്കുന്ന ഭാഗത്ത്, അതായത് ഫ്രണ്ടിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഭാഗത്തായിട്ട് എപ്പോഴും ഇതുപോലെ കുറച്ച് എക്സസ് ആയിട്ട് തുണി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ട്. അതുപോലെ മുന്താണിയുടെ പോർഷനിലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിയും. മുന്താണിയുടെ പോർഷനിൽ നമ്മുടെ, അതായത് മേൽമുണ്ടിൻ്റെ പോർഷനിൽ മുന്താണിയുടെ പോർഷൻ വരുന്ന ഭാഗത്ത് ഇതുപോലെ എക്സസ് ആയിട്ട് തുണി ഉണ്ടാവും. അത് നമ്മൾ മടക്കി അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളിത് ഈ സൈഡിൽ പ്ലേറ്റ് കൊടുക്കുന്ന ഭാഗത്ത്, നമ്മളിവിടെ ഇങ്ങനെ പ്ലേറ്റ് കൊടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് മടക്കി, അതായത് ഇതുപോലെ ഇവിടെ നിന്ന് കുറച്ച് എക്സസ് ആയിട്ട് ഇങ്ങനെ തുണി കിടപ്പുണ്ടാവും. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം, അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന അത്രയും ഭാഗം മാത്രം അളന്നെടുത്തിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം മടക്കി അടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഇവിടെ നിന്ന് ഇതുപോലെ മുണ്ടെടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് ടക്കിൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ആ മടക്കുന്നതിന് പകരം ആ മടക്കി ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് മടക്കി അടിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും. ഇതൊക്കെ സെറ്റ് മുണ്ട് പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന ടിപ്പുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെറ്റ് മുണ്ടിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് സെറ്റ് മുണ്ട് എങ്ങനെ ഡ്രേപ്പ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മുണ്ടാണ് ഉടുക്കേണ്ടത്. നമ്മൾ സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ സാധാരണ നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത്
നമ്മുടെ വലത് ഭാഗത്തു നിന്നാണ് നമ്മൾ ടക്കിൻ ചെയ്യുന്നത്. സെറ്റ് മുണ്ടിൽ നേരെ തിരിച്ചിട്ടാണ് ഇടത് ഭാഗത്ത് ടക്കിൻ ചെയ്തിട്ടാണ്. ഇപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ടക്കിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇത്രയും ടക്കിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇത്രയും പോർഷൻ ബാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ ഒരു 2 മടക്ക് പ്ലീറ്റ് എടുക്കുക. ഇതൊന്ന്, ഇത് 2, ഞാൻ 2 മടക്ക് പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലീറ്റ് ഇതേപടി കറക്റ്റ് നടുക്കായിട്ട് തന്നെ സെറ്റ് മുണ്ടിൻ്റെ ഈ കര നടുക്ക് വരുന്ന പോർഷനിൽ ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മൾ ഇടത് വശത്ത് ടക്കിൻ ചെയ്തിട്ട്, അതായത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ചുറ്റി ഇത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതിൽ എക്സസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് പോർഷൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ കിട്ടത്തില്ല. കാരണം ഓരോ സെറ്റ് മുണ്ടിനും ഓരോ വീതി നീളമായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ഉണ്ടാവും. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ 2 പ്ലീറ്റ് എടുത്ത ശേഷം 2 3 നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് പ്ലീറ്റ് എടുത്ത ശേഷം കറക്റ്റ് നമ്മുടെ നടുക്ക് വരുന്ന രീതിയിൽ, ഈ കര നടുക്ക് പോർഷനിൽ എത്തുന്ന രീതിയിൽ ടക്കിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഈ രീതിയിൽ ഇതിൻ്റെ പ്ലീറ്റ് നിൽക്കുന്നുണ്ടാവും. ഇപ്പം 2 പ്ലീറ്റാണ് ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ സെറ്റ് മുണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ തുണി എക്സസ് ആയിട്ട് ഇങ്ങോട്ട് കിടക്കും. നമ്മളത് ഉള്ളിലേക്ക് മടക്കിയൊക്കെ വെച്ചിട്ടാണ്, ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ടക്കിൻ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, അറ്റം കട്ട് ചെയ്ത് അതിൻ്റെ നമ്മുടെ ബോർഡറിൻ്റെ ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഞാനിത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത സെറ്റ് മുണ്ടാണ്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മടക്കി ഉള്ളിലേക്ക് വെക്കുക. പിന്നെ അത് ചിലപ്പോൾ നടക്കുന്ന സമയത്ത് ഈ ഉള്ളിലേക്ക് വെച്ച ഭാഗം പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അറ്റം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം മടക്കിയടിക്കുക. ഇനി നമുക്ക് മേൽമുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ മുന്താണിയുടെ പോർഷനാണ്, അതായത് പുറകു വശത്തേക്ക് പോകുന്ന പോർഷനാണിത്. അപ്പോൾ ഞാൻ ഇതിൽ അധികം കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഇത് കുറച്ച് ജസ്റ്റ് ഞാൻ മടക്കി അടിച്ചു, കാരണം നമുക്ക് മുന്താണിക്ക് ഇറക്കം കിട്ടണം. പക്ഷേ ഈ ഭാഗം ഞാൻ ഈ പോർഷൻ കുറച്ച് കട്ട് ചെയ്തിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം ഈ പൊസിഷനിൽ നിൽക്കാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ ഈ പൊസിഷൻ ഒന്ന് അളന്ന ശേഷം പിന്നീട് ജസ്റ്റ് നമ്മൾ ആദ്യം ഈ ഒരു പൊസിഷനിൽ തന്നെ കിട്ടാൻ നോക്കുക. ഇതുപോലെ തന്നെ കിട്ടാൻ നോക്കുക. ഇതുപോലെ തന്നെ കിട്ടിയാൽ മാത്രമേ നമുക്ക് സെറ്റ് മുണ്ട് ഉടുക്കുമ്പം മൊത്തത്തിലൊരു ഭംഗിയും ശരീരത്തിനൊരു ഷേപ്പും കിട്ടത്തുള്ളൂ. ചിലർ ഇതുപോലെയൊക്കെ ഒരുപാട് ഇറക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന കാണാം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അത് സെറ്റ് മുണ്ടിൻ്റെ ഭംഗിയും ശരീരത്തിൻ്റെ ഷേപ്പ്ലെസ് ആയിട്ടുള്ള ശരീരം പോലെ നമ്മുടെ ബോഡി കാണപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കരുത് ഒരിക്കലും. സെറ്റ് മുണ്ട് എപ്പോഴും ഈ ഒരു പൊസിഷൻ ഇത് ഇത്ര ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. കണ്ടോ? ഈ ഒരു പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പകരം ഇതിനെ ഇന്ന് കൊണ്ടുവന്ന് ചുരുട്ടി ഇതുപോലെയൊന്നും വെച്ച് ഉടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത ശേഷം നമുക്ക് മുന്താണി എടുക്കാം.
ആദ്യം നമുക്ക് മുന്താണിയാണ് എടുക്കേണ്ടത്. അതിന് നമുക്ക് അതായത് ഇവിടെ പോകുന്ന പോർഷൻ്റെ അളവ് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ മുന്താണി എടുക്കുക. മുന്താണി ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഒക്കെ എടുക്കാം.